അവസരം അതാരത് വഴി പോക്കനാ അയ്യോ തുടങ്ങിയോ ഗൈസ്? നമ്മളുടെ ക്യാമ്പ് ഇവിടെ തുടങ്ങാൻ പോയി. നിങ്ങളൊക്കെ എങ്ങനെ അടങ്ങിയിരിക്കാനോ പ്ലാന്? നല്ല എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിന് പോവാണ്. ഒന്ന് നോക്കിച്ചുണ്ടാക്ക്. അങ്ങനെ നമ്മള് ട്രാവലറിൽ കോഴിക്കോട് നിന്ന് 15 പേരുമായിട്ട് ക്യാമ്പിന് പോവാണ് കേട്ടോ. നമ്മൾ ക്യാമ്പ് തുടങ്ങിയ സമയം തൊട്ടേ നമുക്ക് ഉള്ളൊരാഗ്രഹമായിരുന്നു ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ട്രിപ്പായിട്ടൊക്കെ പോകുന്ന ഒരു തരത്തിലോട്ട് എത്തണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത്തവണ നമ്മൾ കോഴിക്കോട് നിന്ന് മൂന്നാറിലോട്ട് എത്തിപ്പെടൽ ബുദ്ധിമുട്ടാണല്ലോ. അപ്പം നമ്മൾ ഓർത്തു എന്തായാലും ഇവിടെ നിന്നുള്ളവർക്ക് വേണ്ടിയിട്ടൊരു ട്രാവലർ എടുക്കാമെന്നോർത്തു. ബാക്കിയുള്ളവർ അവിടേക്ക് എത്തുന്ന തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളിവിടുന്ന് രാത്രിയാണ് യാത്ര തുടങ്ങിയത്. നമ്മൾ പയ്യാണ് കേട്ടോ പോയത്. എല്ലാ സ്ഥലങ്ങളിലും നിർത്തി ബ്രേക്ക് എടുത്തിട്ടൊക്കെയാണ് പോയത്. നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത് സമ്മർ ഹോളിഡേയ്സ് എന്ന് പറയുന്ന അവരുടെ ട്രാവലറായിരുന്നു. അവർ വളരെ കംഫർട്ടബിളായിട്ടായിരുന്നു നമ്മളവിടെ എത്തിച്ചത്. പിന്നെന്താണ്, ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഓരോരോ കാഴ്ചകൾ കണ്ട് നമ്മളതിൻ്റെ ഇടയിൽ ഈ ലൊക്കേഷൻ മാറി വേറൊരു ഏരിയയിൽ കൂടെ ഒക്കെ പോയിട്ടാണ് പിന്നെ മൂന്നാർ റോഡിൽ ഇറങ്ങുന്നത്. അപ്പോൾ അതൊരു വേറെ തരത്തിലുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ നമ്മൾ രാവിലെ ഫുഡ് കഴിക്കാനിരുന്നു. നല്ലൊരു ഹോട്ടലായിരുന്നു. അവിടുന്ന് ഫ്രഷ് ആവാനുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, ബാത്റൂമോ. എല്ലാവർക്കും നല്ല കംഫർട്ടബിളായിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും ഫ്രഷ് ആവാനൊക്കെ പറ്റി. അപ്പം അതും എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. എല്ലാവരും ടയേർഡാണ്. ഫുഡ് കഴിക്കാനുള്ള ഒരു രീതിയിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. രാവിലെ തന്നെ നമ്മൾ ഹെവി ആയിട്ട് ഞാൻ ഇത്രയും വലിയ ഗീ റോസ്റ്റൊക്കെ കണ്ടിട്ട് ഇച്ചിരി പേടിച്ചു പോയായിരുന്നു ഗൈസ്. നല്ല മുരുമുരാന്നുള്ള നെയ് റോസ്റ്റായിരുന്നു. ഹോട്ടലിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. എല്ലാവരും ദോശൻ്റെ വെറൈറ്റീസാണ് ഓർഡർ ചെയ്തത്. അത്രയും വലിയ ദോശ കണ്ടതിൻ്റെ ഒരു ആക്രാന്തമാണ് ഗൈസ് നിങ്ങളാ കാണുന്നത്. പിന്നെ അത് കണ്ടിട്ട് നമ്മളൊരു പോകുന്ന വഴിക്കൊരു വെള്ളച്ചാട്ടത്തിലൊക്കെ നിർത്തി. അതിൻ്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് നമ്മൾ പോയത്. ഇത് ഫിറും ഞാനുമുള്ള റീലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ക്ലിപ്പുകളൊക്കെ. അപ്പം നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് പൊതുവേ ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണുമ്പോൾ നല്ലൊരു സന്തോഷമാണല്ലോ, മനസ്സിനൊരു ഇത് തോന്നും. അപ്പം അങ്ങനെയാണ്. സ്കൈ ആണെന്ന് കരുതി കുരങ്ങിനെ കളിപ്പിക്കാൻ പോയതാണ്. കടി കിട്ടേണ്ടതായിരുന്നു, പക്ഷെ ഭാഗ്യത്തിനൊന്നും കിട്ടിയില്ല. പിന്നെ ബസ്സിൽ കയറിയിട്ട് ഫുൾ എനർജി മോഡായിരുന്നു ഗൈസ്. ഫുൾ ഡാൻസ് ആയിരുന്നു. മെയിൻ ഡാൻസേഴ്സ് ഞാൻ, പാത്തു, ആമി, എസ്തപ്പാനായിരുന്നു. ഞങ്ങളായിരുന്നു ഫുൾ അടിപൊളിയായിട്ട് അങ്ങോട്ടേക്കുള്ള ട്രിപ്പ് പൊളിച്ചുകൊണ്ടിരുന്നത്. മക്കളുടെ എനർജി എന്ന് പറയുന്നത് നമുക്കൊന്നും ഒരിക്കലും അവരോട്ട് ഇതാക്കാൻ പറ്റില്ല. അവരാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്തത് അവരാ തോന്നുന്നു. അവർ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങി, പിന്നെ എഴുന്നേറ്റതിന് ശേഷം ഫുള്ള് ഇത് തന്നെയായിരുന്നു. അടിപൊളിയായിരുന്നു. ആമിയൊക്കെ ഫുൾ എനർജിയിലായിരുന്നു. നീലകണ്ഠന്റെ പട്ടാളം കടയാടി ബേബി അത് ഞാൻ തന്നെ നമ്മളേതാ ടീവി. മൂന്നാറിലേക്കുള്ള യാത്രകൾ വളരെ ബ്യൂട്ടിഫുൾ ആണല്ലേ. നമുക്ക് ഭംഗിയുള്ള ഒരുപാട് വിഷ്വൽസ് കാണാൻ പറ്റും. ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നേരിട്ട് കാണാൻ.
അങ്ങനെ കുറേ മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. മൂന്നാർ സൂര്യനെല്ലിയിലെ സോഹു എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ സ്റ്റേ ചെയ്തത്. നമുക്ക് ക്യാമ്പ് മോഡായതുകൊണ്ട് തന്നെ ടെൻറ്റ് സ്റ്റേ ആയിരുന്നു കേട്ടോ നമ്മൾ ചൂസ് ചെയ്തത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ്, നല്ല ഭംഗിയുണ്ട് സോഹു കാണാൻ. വന്ന ഉടനെ തന്നെ നമുക്ക് ഫാൻറ്റം ഹില്ലിലോട്ട് സൺസെറ്റ് ട്രെക്കിംഗ് ആയിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് വിഷ്വൽസും സൗണ്ടൊക്കെ നിങ്ങളൊന്ന് കേട്ടോ കേട്ടോ. ശരിക്കും പ്രകൃതിയുടെ ഏറ്റവും ഭംഗിയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. ആക്ച്വലി ഞാൻ ഈ ഒരു ട്രക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നില്ല, അത് നടന്നു പോകുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും ഫിറും കുറച്ച് പേര് അങ്ങനെ ബുദ്ധിമുട്ടാണ് എന്ന് കേട്ടതുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ഫിറു എനിക്ക് കൂട്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് അവർ പോയവരെടുത്ത വിഷ്വൽസാണ്. എനിക്ക് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാവുന്നു. നല്ല ഭംഗിയുണ്ട്, ഫോഗും ആ ഒരു ക്ലൈമറ്റൊക്കെ നല്ല രസമുണ്ടല്ലേ. അപ്പം എല്ലാവരും വളരെ സന്തോഷത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ തിരിച്ച് വരുമ്പോൾ ഈ ഒരു സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ബുദ്ധിമുട്ടുള്ള, നടക്കാനൊക്കെ പ്രയാസമുള്ള സ്ഥലത്തിലോട്ടാണ് അവർ ട്രക്കിങ്ങിന് പോയത്. കുറേ പേര് കംപ്ലീറ്റ് ചെയ്തു, കുറേ പേര് പകുതി വഴിക്ക് നിർത്തി വന്നു. ആ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, അതാണ് പറയുന്നത്. വന്നവർക്കൊക്കെ കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു രസമുള്ളൊരു കാര്യമാണ്. നമ്മളൊരു കാര്യം തുടങ്ങിയിട്ട് അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ രസമുള്ളൊരു സുഖമുള്ളൊരു കാര്യമാണല്ലേ. ഇതേ പോകുമ്പോൾ അത്രയും പേരുണ്ടായിരുന്നു, തിരിച്ച് വരുമ്പം ഇത്ര പേരൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ അവർ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് നടന്നു പോവുകയാണ്. എന്നാൽ ഈ ക്യാമ്പിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത ആൾക്കാരാണ്, സ്ട്രേഞ്ചേഴ്സാണ്. പക്ഷെ അവരിങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്തും ഒരുമിച്ച് സംസാരിച്ചും ഒരു വലിയ ബോണ്ട് ഉണ്ടാക്കിയെടുത്താണ് നമ്മൾ തിരിച്ച് മടങ്ങുക. അത് ഭയങ്കര ഒരു രസമുള്ളൊരു കാര്യമല്ലേ. ആമീസ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആമിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല എനർജിയാണ്. ആദ്യം പോയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ആമി കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ച് വന്ന്, അവൾ കുറേ ദൂരം അവൾ പോയെന്ന് തോന്നുന്നു. കുറച്ച് കഴിഞ്ഞപ്പം തിരിച്ച് വന്ന്. എന്ത് ഭംഗിയാണല്ലേ സ്ഥലങ്ങളൊക്കെ കാണാൻ. ഇത് പോയി വന്നവർ കുറേ ഫോട്ടോസൊക്കെ ഇവിടെ നിന്നൊക്കെ എടുത്ത നല്ല ഭംഗിയുള്ള ഫോട്ടോസൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ പ്രകൃതിയുടെ കുറേ ഇതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ട് മാത്രമേ നമുക്കിതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഈ തെന്നിപ്പോവുകയൊക്കെ ചെയ്യുമ്പോൾ അപ്പം നമ്മൾ കൂടെയുള്ള മനുഷ്യരെ ചേർത്ത് പിടിച്ച് അങ്ങനെയാണല്ലോ നമ്മൾ തിരിച്ചു പോരുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ക്യാമ്പുകൾ കൊണ്ട് എന്താണ് കിട്ടുക എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും.
അപ്പം നമ്മളിവിടെ ഇരിക്കുമായിരുന്നു. നമ്മളിവിടെ നിന്ന് എന്താണ് ഈ ഒരു സമയമായപ്പോഴത്തേന് ഇവിടുത്തെ ക്ലൈമറ്റ് വളരെ ബ്യൂട്ടിഫുള്ളായി ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോഗൊക്കെ നിറഞ്ഞ് നല്ല തണുപ്പും വരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് തണുക്കും. ഇപ്പോഴുള്ള ഷോ ഒന്നും കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നിങ്ങൾ കുറച്ചൊക്കെ റീലായിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ഈ ഒരു സമയത്ത് എടുത്തതാണ്. അങ്ങനെ അതിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് എനിക്ക് ശരിക്കും ഒരു സ്വർഗത്തിൽ വന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു. കാരണം ഇത്രയും ഫോഗ് ഞാൻ മുന്നേ കണ്ടിട്ടില്ല. നമ്മൾ 900 കണ്ടൊക്കെ പോയപ്പോൾ ഇത്ര ഫോഗ് ഉണ്ടായിരുന്നില്ല. പക്ഷേ രസമാണ്, ഭയങ്കര രസമാണ് അത് കാണാൻ. അവരുടെ ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ഒരു മീറ്റിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ ഒരുമിച്ചിരുന്ന് കുറച്ച് നേരം സംസാരിച്ചു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടു. ഞങ്ങളുടെ ക്യാമ്പിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമുക്ക് ഒരിക്കലും ഒരു ഇതില്ല, നിങ്ങൾ ഇയാളുടെ പേര് പറയൂ, നിങ്ങൾ അത് കാണാപ്പാഠം പഠിക്കൂ, അങ്ങനത്തെ എന്താ പറയുക ഇൻട്രോവേർട്ടിനെ എക്സ്ട്രോവേർട്ട് ആക്കുന്ന പരിപാടിയൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ വിചാരിക്കുന്നത് ഓർഗാനിക്കലി ആ ഒരു ബോണ്ട് ബിൽഡ് ചെയ്ത് അവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവുക എന്നുള്ളതിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷേ ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പേരും സ്ഥലങ്ങളൊക്കെ പറയുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവർ കുറച്ച് ലേറ്റായിട്ടായിരുന്നു വന്നിരുന്നത്. അവർ പയ്യോളിൽ നിന്ന് എറണാകുളം എത്താനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായി. പക്ഷേ വന്നതിന് ശേഷം എല്ലാവരും ഒരുമിച്ചിരുന്ന് കുറേ നേരം ഇങ്ങനെ സംസാരിച്ചു. നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആദ്യം ഫുഡ് കൊടുത്തിട്ട് നമ്മൾ നമ്മളുടെ മെയിൻ പരിപാടിയിലോട്ട് പോയി. അത് ക്യാമ്പ് ഫയർ. നിങ്ങൾക്കറിയാലോ ക്യാമ്പ് എന്ന് പറയുമ്പം ക്യാമ്പ് ഫയർ ഇമ്പോർട്ടൻ്റ് ആണ്. വീണ്ടും ഞങ്ങള് പാടാൻ ഇന്നത്തെ പാടും. ക്യാമ്പ് ഫയർ നമ്മളുടെ മെയിൻ ഇവൻ്റാണ് കേട്ടോ. പാട്ടുപാടി കഥ പറഞ്ഞ് ഗെയിമൊക്കെ കളിച്ചിരിക്കാൻ നല്ല രസമാണ്. റമീസിനെ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? റമീസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞതിന് ശേഷമുള്ള ഡാൻസ് മൂഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. നമുക്ക് നല്ല രസമുണ്ടായിരുന്നു. ഞാനിപ്പോൾ അത് മിസ് ചെയ്യുന്നുണ്ട്. നല്ല എന്താ പറയുക, ഒരു ക്ലൈമറ്റ്, നമ്മളുടെ മനുഷ്യർ, അവരുടെ കൂടെ സന്തോഷമുള്ള കുറേ മൊമെൻറ്റ്സ്. ഇതിപ്പോൾ ഇല്ലുമിനാട്ടിക്കാണോ കളിക്കുന്നത് എന്തിനാണെന്നറിയില്ല. നമ്മൾ ആവുന്നത് പോലെ എല്ലാവരും ഓരോരോ സ്റ്റെപ്പൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ക്യാമ്പ് ഫയർ എന്ന് പറയുന്നത് ക്യാമ്പുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻ്റാണ് കേട്ടോ. അത് നമ്മളുടെയൊക്കെ ഒരു ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആക്കാൻ ഇതൊരു ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ അവിടുന്ന് ചെന്നൈ എന്നുള്ളൊരു ഡാൻസ് ടീം ഉണ്ടായിരുന്നു. അപ്പം അവർ ഡാൻസ് കളിക്കുമ്പോൾ ഇപ്പുറത്തുനിന്ന് ഇവരും കളിക്കുന്നതാണ്. ഫിറുവിൻ്റെ സ്റ്റെപ്പ് കണ്ടിട്ടാണോ എന്തോന്നറിയില്ല, പാത്തൊരു വാട്ടർ ബോട്ടിൽ
നീട്ടുന്നുണ്ടായിരുന്നു. പപ്പയെ ക്ഷീണിച്ചോ എന്നായിരിക്കും അവൾ ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെ കുറേ നേരം ഡാൻസൊക്കെ കളിച്ച് റമീസ് വീൽ ചെയർ കൊണ്ടൊക്കെ ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസൊക്കെ കാണിച്ച് അതിനുശേഷം കുറേ ലേറ്റായിട്ടാണ് നമ്മൾ കിടന്നുറങ്ങാൻ പോയത്. രാത്രി ഉറങ്ങുമ്പോൾ തന്നെ ഏകദേശം 1 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ 4 മണിക്ക് എണീറ്റ് കൊളുക്കുമലയ്ക്ക് നമുക്ക് ജീപ്പ് സഫാരി ഉണ്ടായിരുന്നു. ഞാൻ അതിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വളരെ പ്രയാസം പിടിച്ച റോഡാണ്. പിന്നെ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോവുക, അതൊക്കെ ശരിക്കും ഒരു ത്രില്ലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇപ്പം കൊളുക്കുമല കയറാൻ പോവാണ് ഗൈസ്. ഞാനും ഫിറും കൂടെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ട്രക്കിങ് ഇച്ചിരി പാടാണ്. റോഡുകളൊക്കെ ഇങ്ങനത്തെ ജീപ്പിൽ മാത്രമേ അവിടേക്ക് പോകാൻ പറ്റുള്ളൂ. വേറെ വണ്ടികളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ കുറേ കാലം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം എനിക്കെന്തെങ്കിലും പറ്റുമോ എന്ന് ചിന്തിക്കാറില്ല. അങ്ങനത്തെ എന്തോ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങി പുറപ്പെടാറുണ്ട്. നമ്മൾ 900 കണ്ടി പോയപ്പോൾ നല്ല ഓഫ് റോഡ് ഉണ്ടായിരുന്നു. ഇത് ഓഫ് റോഡ് ഉണ്ട്, പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ട് തോന്നിയത് 900 കണ്ടിയിൽ ഓഫ് റോഡാണ്. അങ്ങനെ ഫൈനലി നമ്മൾ കുളുക്കുമല കയറി. നമ്മൾ ജീപ്പ് സഫാരി കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ടേക്ക് നടക്കാനുണ്ട് കേട്ടോ. റമീസ് വീൽ ചെയർ പോകുന്ന സ്ഥലങ്ങളോളം വീൽ ചെയറിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഫിറു എടുത്തു. പിന്നെ അവിടെ നിന്ന് നമുക്ക് ഒട്ടും അറിയാത്തൊരു സ്ട്രേഞ്ചർ അവനെ എടുത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വിഷ്വൽസ് കാണാൻ പറ്റും കേട്ടോ. പിന്നെ എന്നെ എപ്പോഴും നിങ്ങൾക്കറിയാലോ, ഫിറു ആണ് എടുത്ത് കയറാറുള്ളത്. ഫിറു ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സൂപ്പർമാൻ ആവാറുണ്ട്. അവൻ വളരെ നൈസായിട്ട് അവന് നൈസായിരിക്കില്ല, എനിക്ക് നല്ല നൈസാണ്, കയ്യിലിരുന്ന് പോയാൽ മതിയല്ലോ. പക്ഷെ നമുക്ക് നേരം കയ്യിലിരിക്കുമ്പോൾ നമുക്കും പെയിനൊക്കെ എടുക്കും. പക്ഷേ നമ്മളങ്ങ് കയറുന്നതാണല്ലോ അതിൻ്റെ ഒരു ഇത്. അപ്പം പിന്നെ അവിടെ എത്തിയിട്ട് നമ്മൾ ആ ഒരു വിഷ്വൽസൊക്കെ കണ്ട് രസമായിരുന്നു. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. നമുക്ക് നടന്നിട്ട് കുറച്ച് അങ്ങോട്ടേക്ക് കയറാനുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം അവന് പറ്റുന്നിടത്തോളം അവൻ വീൽ ചെയറിൽ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അവരൊക്കെ അവനെ എടുത്ത് കയറിയത്. ഞങ്ങൾക്ക് ഇതിലൊക്കെ വളരെ സന്തോഷമാണ്. കാരണം ഞങ്ങൾ ക്യാമ്പ് തുടങ്ങുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഈ ഒരു കാര്യമാണ്. ഡിസേബിൾഡ് ആൾക്കാർക്കും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു സന്ദർഭം ഉണ്ടാവണം, ഒരു അവസരം ഉണ്ടാവണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ ഓരോ ആൾക്കാരിങ്ങനെ വരുമ്പം അത് അവർക്ക് പറ്റുന്നിടത്തോളം അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പം എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അത് ഇനി അങ്ങോട്ടേക്കും ഒരുപാട് ആൾക്കാരെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റണേ എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഈ ഒരു ക്ലൗഡ് ബെഡ് കാണുക എന്നുള്ളത് എൻ്റെ വലിയ ഡ്രീമായിരുന്നു ഗൈസ്. ഞാൻ അത് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മളത് കൊളുക്കുമലയിൽ നിന്ന് അത് കണ്ടിട്ടോ. എന്നിട്ട് എന്നെ ഇവരൊക്കെ കളിയാക്കുന്നുണ്ടായിരുന്നു, ബെഡിൻ്റെ മുകളിൽ കിടക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. കാരണം ഞാൻ അതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. നമുക്ക് വന്ന ജീപ്പ് ഡ്രൈവർ എൻ്റെ ഈ ആഗ്രഹം കണ്ടിട്ട് ഈ ഒരു കൂടുതൽ ക്ലൗഡ് ഉള്ളൊരു സ്ഥലത്ത് വീണ്ടും ഞങ്ങൾക്ക് നിർത്തി തന്നിട്ടുണ്ടായി. അവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ പിന്നെ എടുത്തു. ഈ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊരു വലിയ മെമ്മറിയാണല്ലോ. ഇത് ഞാൻ കുറേ കാലം വിഷ്വലൈസ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. എനിക്കിത് വലിയൊരു സ്വപ്നമായിരുന്നു ഈ ഒരു സാധനം കാണണം എന്നുള്ളത്. കൊളുക്കുമലയിൽ ശരിക്കും സൺറൈസ് നമുക്ക് കാണാൻ പറ്റിയില്ല. അത് ഓരോരോ ക്ലൈമറ്റ് അനുസരിച്ചൊക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്യുമല്ലോ, അത് നമുക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റി. ഇതൊക്കെ നമ്മൾ റീൽസിനെടുത്ത വിഷ്വൽസാണ്. അത് നമ്മൾ കട്ട് ചെയ്ത് ഇതിലോട്ട് ആഡ് ചെയ്തതാണ് ഗൈസ്. അങ്ങനെ നമ്മൾ തിരിച്ചു പോരാണ് കേട്ടോ. അങ്ങനെ പോരാണ്. ഇത് കുറേ നമ്മൾ ദൂരം നമ്മൾ ജീപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. തിരിച്ചിറങ്ങുമ്പോൾ നമ്മളൊരു സ്ഥലത്ത് നിർത്തി നല്ല ചായയൊക്കെ കുടിച്ചായിരുന്നു കേട്ടോ. ശരിയാ, നമ്മൾ ഇറങ്ങിയിട്ട് ജീപ്പ് കയറുന്നതിന് മുന്നേ ചായ കുടിച്ചു.
അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ജീപ്പ് കയറിയത്. നിങ്ങൾ കണ്ടോ, ഒത്തിരി ആൾക്കാരുണ്ട്. കൊളുക്കുമല ഭയങ്കര ക്രൗഡഡ് ആണ് കേട്ടോ ഗൈസ്. നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് ഒറ്റയ്ക്കൊന്നും പോയി നിന്ന് കണ്ടു തരാൻ പറ്റുന്ന സ്ഥലമല്ല. ഒരുപാട് ക്യാമ്പുകളും ഒരുപാട് ടൂറിസ്റ്റുകൾ ഇപ്പം കൊളുക്കുമലയിൽ സൺറൈസ് കാണാൻ വരുന്നുണ്ട്. അപ്പം നമ്മൾ പോയപ്പോഴും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. അതായത് കാല് കുത്താനിടയില്ലാത്ത പോലെ ആൾക്കാരുണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മളെ ജീപ്പിലെ അണ്ണൻ. അങ്ങനെ നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുവാണ് ഗായ്സ്. ഇത് എത്ര ദൂരമുണ്ട് എന്നറിയില്ല, ഒത്തിരി ദൂരമുണ്ട്. നമ്മൾ സ്റ്റേ ചെയ്തെടുത്തുനിന്ന് കൊളുക്കുമലയ്ക്ക് ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട്. ജീപ്പിലിരുന്ന് നമ്മൾ ഇതേ സോഹുവിൽ വീണ്ടും എത്തി. നിങ്ങൾ നോക്കിക്കേ, ഇപ്പോഴും നല്ല കോടയുണ്ട്. ഇനി നമുക്ക് ഫെയർവെല്ലിൻ്റെ സമയമാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോസ് എടുക്കുക, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക, വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പിരിയുന്ന ഒരു മൊമെൻ്റാണ്. ഇപ്പം നമ്മൾ എക്സ്പീരിയൻസ് ചോദിച്ചതിൻ്റെ ഒരു ചെറിയ വിഷ്വൽസും കൂടെ നിങ്ങളൊന്ന് കണ്ടോക്ക്. ക്യാമ്പില് സെക്കൻഡ് ടൈം ഇവിടെ കടലും നിലാവിൻ്റെ ഒപ്പമാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ക്യാമ്പ് സൈറ്റ്, നല്ല സർവീസ് ആയിരുന്നു. നമ്മുടെ കോർഡിനേറ്റേഴ്സ് അടിപൊളിയായിരുന്നു. ക്യാമ്പ് അടിപൊളി. ഇൻഷാല്ലാ അടുത്ത ക്യാമ്പിനുണ്ടാവും. അടിപൊളി. അടിപൊളി ആംബിയൻസ് ആണ്, സെറ്റാണ്, സ്ഥലം സെറ്റാണ്, ചൂസ് ചെയ്ത സ്ഥലം. താങ്ക് യു. അല്ല ഇതേത് കമ്പ്യൂട്ടർ ഈ പ്രോഗ്രാം ചെയ്താ പറയുന്നത്? ഈ കമ്പ്യൂട്ടർ ഓണാക്ക്. വയറിലാന്നുള്ള 2 വാക്ക് പറഞ്ഞാൽ മതി. ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എൻജോയ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, നിങ്ങൾക്കും സന്തോഷമായിട്ടില്ല ആണെന്ന് വിചാരിക്കുന്നു അല്ലേ? അതെ അതെ അപ്പം ക്യാമ്പ് നമ്മളിവിടെ എൻഡ് ചെയ്യുവാണ് ഗൈസ്. അപ്പം ക്യാമ്പിന് വന്നതിന് ഭയങ്കര സന്തോഷം. കാരണം നമ്മള് ഇത്രയും ദൂരത്ത് സ്പെഷ്യൽ ഗസ്റ്റ് സമ്മാനമൊക്കെ ശരിക്കും നമ്മളെ ഭാഗത്തുനിന്ന് ഈ ഒരു ക്ലിപ്പിൽ നിങ്ങൾ കേട്ടില്ലേ, ക്ഷമ ചോദിക്കുന്നതാണ്. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ക്ഷമ ചോദിച്ച് അങ്ങനെയാണ് ഞങ്ങൾ മടങ്ങാറുള്ളത്. ഓരോ ക്യാമ്പ് കഴിയുമ്പോഴും ഒരുപാട് മനുഷ്യരെ, ഒരുപാട് നല്ല ഓർമ്മകളെ കൂടെ കൂട്ടി ഹൃദയം നിറഞ്ഞാണ് ഞങ്ങൾ മടങ്ങുന്നത്. പക്ഷേ നമുക്ക് ക്യാമ്പുകൾ അവസാനിക്കുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവും. കാരണം ഈ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഞങ്ങളുടെ കൂടെ കൂടി പാട്ട് പാടിയ കഥ പറഞ്ഞ മനുഷ്യരെ നമ്മൾ വീണ്ടും കാണണമെങ്കിൽ കുറച്ചധികം സമയം എടുക്കുമല്ലോ. പക്ഷേ നമ്മൾ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് ജീവിച്ചേ പറ്റുള്ളൂ. ഇനിയും നമ്മൾ ക്യാമ്പുകൾ വെക്കും, ഈ മനുഷ്യർ വരും, അതേപോലെ പുതിയ കുറേ മനുഷ്യർ നമുക്കൊപ്പം ജോയിൻ ചെയ്യും. നമ്മളുടെ ഫാമിലി കൂടുതൽ വലുതാവും. കടലും നിലാവും ക്ലബ് എന്നുള്ള ഈ ഒരു കമ്മ്യൂണിറ്റി ഞങ്ങൾ തുടങ്ങിയത് ഒരുപാട് വലിയ ആഗ്രഹങ്ങൾ കൊണ്ടാണ്. നമുക്ക് ചേർത്ത് പിടിക്കാൻ ഒരുപാട് മനുഷ്യർ സൊസൈറ്റിയിലുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞങ്ങളുടെ ആഗ്രഹം എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കാൻ പാകത്തിൽ ഞങ്ങൾ വളരണം എന്നാണ്. അപ്പം അതിലേക്ക് ഓരോരോ പുതിയ മനുഷ്യർ വരുമ്പോൾ ഞങ്ങൾ അവരെ ഹൃദയത്തോട് ചേർക്കുന്നു. ഞങ്ങൾ അവർ തന്ന ഓർമ്മകളെയും അവർ തന്ന സന്തോഷങ്ങളെയും എല്ലാം ഹൃദയത്തോട് ചേർക്കുന്നു. ഓരോ ക്യാമ്പ് കഴിയുമ്പോൾ ഞങ്ങൾ കൂടുതൽ ബെറ്റർ ആവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇനിയുള്ള ക്യാമ്പുകൾ വരുമ്പം നിങ്ങളൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ. കാരണം നിങ്ങളെ വെൽക്കം ചെയ്യാൻ ഞങ്ങളിവിടെ റെഡിയാണ്. ഞങ്ങൾക്കതിൽ വളരെ സന്തോഷമേ ഉള്ളൂ. തിരിച്ചു വരുമ്പം ടയേർഡായിരുന്നു, എന്നിട്ട് പോലും എല്ലാവരും ഫുൾ പാട്ടും ഡാൻസും തന്നെയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിതിൽ ഞങ്ങളുടെ ക്യാമറാമാനെ മെൻഷൻ ചെയ്തില്ല അല്ലേ. ഞങ്ങൾക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോസ് എടുത്തു തന്നത് തസ്ബീർ കിച്ചു ആണ്. അപ്പം കിച്ചുവിൻ്റെ ഈ ഒരു വിഷ്വൽസോട് കൂടെ നമ്മൾ ഈ ഒരു വ്ളോഗ് എൻഡ് ചെയ്യാണ്. നമുക്ക് കുറേ അടുത്ത വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ.